السلام عليكم ورحمة الله وبركاته. الحمد لله وحده والصلاة والسلام على من لا نبي بعده وعلى آله وصحبه ومن تبع رشده. أما بعد، أعوذ بالله من الشيطان الرجيم. ورحمتي وسعت كل شيء فسأكتبها للذين يتقون ويؤتون الزكاة والذين هم بآياتنا يؤمنون. മാന്യ സഹോദര സഹോദരിമാരെ, ശ്രോതാക്കളെ, ഇന്ന് വിശുദ്ധ മസ്ജിദുൽ ഹറാമിൽ ഡോക്ടർ ബന്ദർ ഇബ്ൻ അബ്ദുൽ അസീസ് ബരീല ആയിരുന്നു സംസാരിച്ചിരുന്നത്, ഖുതുബ ഓതിയിരുന്നത്. മക്കത്ത് നടന്നതായ ഖുതുബയിൽ ചർച്ച ചെയ്തതായ വിഷയം റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലുഹുവിൻ്റെ അസ്മാകൾ നിന്നിട്ടും സിഫാത്തുകൾ നിന്നിട്ടും വളരെ പ്രശസ്ത സിഫത്തും എന്നും ദൈനംദിനം ഓരോ സത്യവിശ്വാസിയും നമസ്കാരത്തിലും അല്ലാത്ത സമയത്തും പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്ന ഓതിക്കൊണ്ടേ ഇരിക്കുന്നതായ അള്ളാഹുവിൻ്റെ അർ റഹ്മാൻ അർ റഹീം എന്നതായ അസ്മാകളെ കുറിച്ചാണ്, അഥവാ റഹ്മത്തിനെ കുറിച്ച് എന്നർത്ഥം. അള്ളാഹു സുബ്ഹാനഹു തആല അവൻ്റെ അസ്മാകളെയും അവൻ്റെ സിഫാത്തുകളെയും നമ്മളോട് പഠിക്കാൻ വേണ്ടി കൽപ്പിച്ച, അവനെ പഠിക്കാൻ വേണ്ടി കൽപ്പിച്ചപ്പോൾ തന്നെ ഖുർആനിൻ്റെ ആദ്യം ഇറങ്ങിയതായ ആയത്തിൽ ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, റബ്ബിൻ്റെ ഇസ്മിനെ പഠിക്കണം, റബ്ബിൻ്റെ ഇസ്മിനെ മനസ്സിലാക്കണം, റബ്ബിൻ്റെ ഇസ്മിനെ ഓതണം എന്ന വാക്ക് പറഞ്ഞുകൊണ്ടാണല്ലോ ലോകത്തോട് ആദ്യം അഭിസംബോധനം ചെയ്തത്. അപ്പോൾ വളരെ പ്രാധാന്യമുള്ളതായ ഒരു സബ്ജക്റ്റാണ് യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ അസ്മാകൾ, അള്ളാഹുവിൻ്റെ സിഫാത്തുകൾ പഠിക്കുക എന്നത്. സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൻ്റെ അസ്മാകളും അള്ളാഹുവിൻ്റെ സിഫാത്തുകളും എത്ര കണ്ട് അവരതിൻ്റെ ആഴത്തിലിറങ്ങി പഠിക്കുന്നു, ഗ്രഹിക്കുന്നു, മനസ്സിലാക്കുന്നു, അത്ര കണ്ട് അവർക്ക് അള്ളാഹുവിലേക്ക് അടുക്കുവാൻ അവരത് സഹായിക്കുകയും അവരുടെ ഈമാൻ ശക്തിപ്പെടുകയും ഈമാൻ പുഷ്ടി കൂടുകയും അള്ളാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ പ്രത്യേകിച്ച് പ്രബോധകന്മാർക്കും, പ്രത്യേകിച്ച് ദാഇകൾക്കും പ്രബോധകന്മാർക്കും എഴുത്തുകാർക്കുമെല്ലാം കഴിവുണ്ടാക്കിയെടുക്കാൻ അത് സഹായകമാവുകയും ചെയ്യുന്നു. അതെ, അള്ളാഹുവിൻ്റെ റഹ്മത്ത്, അത് അള്ളാഹുവിൻ്റെ അനുഗ്രഹം എന്നത് വളരെ വിശാലമായ അള്ളാഹുവിൻ്റെ സിഫാത്താകുന്ന അർ റഹ്മാൻ അർ റഹീം എന്ന സിഫാത്തുകളിൽ ഉൾക്കൊള്ളുന്നതായ ഒരു ഭാഗമാണ്. അത് കമാലിൻ്റെ ഏറ്റവും പരിപൂർണത കുറിക്കുന്ന, യാതൊരു നഖ്സും യാതൊരു വീഴ്ചയും ഇല്ലാത്തതായ സിഫത്താണ്. അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു ആലിമുൽ ഗൈബി വശഹാദ, അള്ളാഹു അല്ലാതെ വേറൊരു ഇലാഹില്ല, അവൻ ആലിമുൽ ഗൈബി വശഹാദ, അവൻ രഹസ്യ പരസ്യം അറിയുന്നതായ റബ്ബാണ്. ഗൈബും അറിയും ഷഹാദയും അറിയും, എല്ലാം അവനെ സംബന്ധിച്ചിടത്തോളം ഒരുപോലെയാണ്. ദൂരമോ അടുത്തോ, കാണുക കാണാതിരിക്കുക എന്നത് അവനില്ല. അവനെല്ലാം അറിയുന്നവനും എല്ലാം കേൾക്കുന്നവനും എല്ലാം കാണുന്നവനും എല്ലാറ്റിൻ്റെയും സമീപത്തുള്ളവനുമാണ് അവൻ. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ സിഫാത്തുകളിൽപ്പെട്ടതാണ് അള്ളാഹു ലാ ഇലാഹ ഇല്ലാഹു, അള്ളാഹു അല്ലാതെ വേറെ ആരാധിക്കാൻ അർഹൻ, വേറെ വിളിച്ച് പ്രാർത്ഥിക്കാൻ അർഹൻ, വേറെ ആശ്രയിക്കാൻ അർഹൻ, വേറെ ആരാധിക്കാൻ, എല്ലാ ആരാധനകളുടെ ഇനങ്ങൾ സമർപ്പിക്കാൻ അർഹൻ അള്ളാഹു മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞതിന് ശേഷം അവൻ ആലിമുൽ ഗൈബി വശഹാദ, മറഞ്ഞ കാര്യം അറിയുന്നവനാണ്, അദൃശ്യ സംഭവങ്ങൾ അറിഞ്ഞുകൊണ്ടേയിരിക്കുന്നവനാണ്. അതുപോലെ തന്നെ മറിയാത്തതായ, നമ്മെ സംബന്ധിച്ചിടത്തോളം നാം കണ്ടുകൊണ്ടേയിരിക്കുന്ന ഷഹാദയും അവൻ അറിയുന്നു, എല്ലാം അറിയുന്നു, വ്യക്തമായതും അവ്യക്തമായതും, കാണുന്നതും കാണാതിരിക്കുന്നതും. ഇതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ചിടത്തോളം തുല്യതയുള്ളതാണ്, ഒരുപോലെയാണ്. ഹുവർ റഹ്മാനുർ റഹീം, അവൻ റഹ്മാനാണ്, റഹീമാണ്. അപ്പോൾ റഹ്മാൻ റഹീം എന്നതായ ആ അസ്മാ, അത് യഥാർത്ഥത്തിൽ അവൻ പരമകാരുണികനാണ്, കരുണാനിധിയാണ് എന്നതായ ആ സിഫത്ത് ബിസ്മില്ലാഹ് എന്ന ആ ആയത്തിൽ മാത്രം ഉൾക്കൊണ്ടു എന്നതല്ല, വേറെയും പലയിടങ്ങളിലും അല്ലാഹു സുബ്ഹാനഹു വ തആല മടക്കി മടക്കി പറഞ്ഞുകൊണ്ടേയിരിക്കുന്നതായ ഒരു സിഫത്താണ്. അള്ളാഹുവിന്റെ സിഫത്തുകൾ ഒരാൾ പഠിക്കുമ്പോൾ, അള്ളാഹുവിന്റെ ആ സിഫത്തുകളെ പറയുമ്പോൾ, അള്ളാഹുവിന്റെ ആ സിഫത്തുകളെ ഓർക്കുമ്പോൾ അവൻ അള്ളാഹുവിനെ സ്നേഹിച്ചു എന്നതിലേക്കുള്ളതായ തെളിവാണ്. ഒരു മനുഷ്യൻ ഒരു സാധനത്തിനെ സ്നേഹിച്ചു കഴിഞ്ഞാൽ അക്സറ മിൻ ദിക്രിഹി, ആ സ്നേഹിച്ചതായ സാധനത്തെ, ആ സ്നേഹിച്ചതായ വ്യക്തിയെ അവൻ കൂടുതൽ പറഞ്ഞുകൊണ്ടേയിരിക്കുമെന്നത് നമുക്കറിയാവുന്നതാണല്ലോ. എന്നതുപോലെ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ ഒരാൾ ഇഷ്ടപ്പെട്ട് കഴിയുമ്പോൾ അള്ളാഹുവിന്റെ അസ്മാകളെ, അള്ളാഹുവിന്റെ സിഫാത്തുകളെ, അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടേ, അത് ഓർത്തുകൊണ്ടേ, അത് ഗ്രഹിച്ചുകൊണ്ടേ, അത് മനസ്സിലാക്കിക്കൊണ്ടേ, അത് പഠിച്ചുകൊണ്ടേ, അത് പറഞ്ഞുകൊണ്ടേ ഇരിക്കും എന്നർത്ഥം.
അള്ളാഹു സുബ്ഹാനഹു വ തആലാന്റെ റഹ്മത്ത്, അള്ളാഹുവിന്റെ അനുഗ്രഹം എന്നത് ഈ അർ റഹ്മാൻ അർ റഹീം എന്ന് പറയുന്നതായ ആ സിഫത്തുകളിൽ ഉൾക്കൊള്ളുന്നതായ ഒരു മഹാ അനുഗ്രഹമാണല്ലോ. ആ അനുഗ്രഹമാകുന്ന റഹ്മത്ത് അത് വളരെ വിശാലമാണ്, ഷാമിലത്താണ്. ലോകത്തിലാസകലം ആകാശത്തിലും ഭൂമിയിലും പ്രപഞ്ചത്തിലും അത് വ്യാപകമാണ്. റബ്ബ് പറയുന്നു, അള്ളാഹുവിന്റെ അനുഗ്രഹം അത് എല്ലാറ്റിലും എല്ലായിടങ്ങളിലും എപ്പോഴും വിശാലമാണ്, വ്യാപകമാണ്. അള്ളാഹുവിന്റെ റഹ്മത്തിലൂടെയാണ് നാം ഇവിടെ ചലിക്കുന്നത്, നാം ഇവിടെ ശ്വാസം കഴിക്കുന്നത്, നാം ഇവിടെ പ്രവർത്തിക്കുന്നത്, നാം ഇവിടെ ജീവിക്കുന്നത് തന്നെ. ഇവിടെ ലോകത്ത് എന്ത് സംഭവിക്കുന്നു അതെല്ലാം അള്ളാഹുവിന്റെ റഹ്മത്തിൽ കൂടിയാണ്. പക്ഷെ അവന്റെ റഹ്മത്തിനെ പ്രത്യേകമായിട്ട് അള്ളാഹു ഒരു വിഭാഗത്തിന് വേണ്ടി എഴുതും, ആ വിഭാഗത്തിന് വേണ്ടി റിക്കാർഡാക്കും, സ്ഥിരീകരിക്കും. ആർക്കാണത്? ലില്ലദീന യത്തഖൂന, അവനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്നവർക്കും. ലില്ലദീന യത്തഖൂന വയുതുന സകാത്ത്, സകാത്ത് അർഹപ്പെട്ടവർക്ക് സകാത്ത് കൊടുക്കുന്നവർക്കും. വല്ലദീന ഹും ബിആയാതിനാ യുമിനൂൻ, അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കുന്നവർക്കും അത് അള്ളാഹു എഴുതുന്നതാണ് പരലോകത്തിൽ. അപ്പോൾ പരലോകത്തിൽ അതിനെ എഴുതുന്ന, അതിനെ സ്ഥാപിക്കുന്ന, അതിന്റെ തക്കതായ പ്രതിഫലം പരലോകത്തിൽ കൊടുക്കുന്നതായ ആ വിശാലമായ അനുഗ്രഹം അത് ഇവിടുന്ന് കോലപ്പെടുത്താൻ സാധിക്കുന്നതല്ല. ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ റഹ്മത്തിനെ പല രൂപത്തിൽ നമുക്ക് കാണിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അതിൽപ്പെട്ടതാണ് ആ സൃഷ്ടികളെ സൃഷ്ടിക്കുക എന്നതായ ആ സൃഷ്ടിപ്പ്. അത് അള്ളാഹുവിന്റെ റഹ്മത്തിൽപ്പെട്ടതാണ്. ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം, നാം കഴിഞ്ഞ ക്ലാസ്സിൽ കേട്ടതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും മെച്ചപ്പെട്ട രൂപത്തിലാണ് ആദമിന്റെ സന്തതികളെ, മനുഷ്യരാശിയെ സൃഷ്ടിച്ചത്. ഏറ്റവും മെച്ചപ്പെട്ട രൂപത്തിലാണ് ആ സൃഷ്ടിപ്പിൽ. മനുഷ്യന്റെ സൃഷ്ടിപ്പ് അള്ളാഹുവിന്റെ അനുഗ്രഹത്തിന്റെ ഒരു ഭാഗമാണ്. അർ റഹ്മാനു അല്ലമൽ ഖുർആൻ ഖലഖൽ ഇൻസാന അല്ലമഹുൽ ബയാൻ. റഹ്മാനായ റബ്ബുൽ ഇസ്സത്തി ജല്ല ജലാലുഹു അല്ലമൽ ഖുർആൻ, അവൻ ഖുർആനിനെ പഠിപ്പിച്ച ആളാണ്. നമുക്ക് ഖുർആൻ ഇറക്കിയതും ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തന്നതും ആദ്യമായിട്ട് ജിബ്രീലിനെ ഇറക്കിയതും ജിബ്രീലിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ പഠിപ്പിച്ചതും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കൾ പഠിപ്പിച്ചതും പിന്നെ സഹാബാക്കൾ അവിടെ ക്രോഡീകരിച്ചുകൊണ്ട് ഖുർആനിന്റെ കോപ്പി ലോകവ്യാപകമാക്കിയതും ഇതെല്ലാം നമുക്കറിയാവുന്നതാണ്. ആ ഖുർആനിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു എന്നത് അല്ലാഹുവിന്റെ അനുഗ്രഹത്തിന്റെ ഒരു ഭാഗമായിട്ടാണ് നമുക്ക് പഠിപ്പിച്ചു തന്നത്. ഖലഖൽ ഇൻസാൻ അല്ലമഹുൽ ബയാൻ എന്ന് മാത്രമല്ല, മനുഷ്യനെ അല്ലാഹു സൃഷ്ടിച്ചു, അത് അല്ലാഹുവിന്റെ അനുഗ്രഹത്തിന്റെ ഒരു ഭാഗമാണ്. അല്ലമഹുൽ ബയാൻ, അവർക്ക് ബയാൻ പഠിപ്പിക്കുകയും ചെയ്തു. ബയാൻ എന്ന് പറഞ്ഞാൽ മനുഷ്യന്മാർക്ക് നൽകിയതായ ഒരു വലിയ അനുഗ്രഹത്തിൽപ്പെട്ടതാണ് ബയാൻ. സംസാരിക്കുമ്പോൾ നല്ല സാഹിത്യ ശൈലിയിൽ കൂടി സംസാരിക്കുക, വിശദീകരണം നൽകുക. അള്ളാഹുവിന്റെ സൃഷ്ടികളുടെ മനുഷ്യൻ പ്രശസ്തനാകുവാനും മനുഷ്യന് കഴിവ് കൽപ്പുള്ളവനാകുവാനുമുള്ളതായ ഒരു മഹാ അത്ഭുത രീതിയാണ് അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിൽ ബയാൻ എന്നത്. അത് നമുക്കറിയാവുന്നതുപോലെ ഇന്ന മിനൽ ബയാനി ലസിഹ്റ എന്ന് നാം കേട്ടിട്ടുണ്ട്. ബയാനിൽ ചിലപ്പോൾ മരണത്തോട് തുല്യമുള്ളതായ ഒന്നാണ് ബയാൻ. അഥവാ ചിലപ്പോൾ ഒരാൾ ഒരു ഭാഗത്തിൽ നിന്നിട്ട് നല്ല സാഹിത്യശൈലിയിൽ സംസാരിക്കും, അവിടെ ആയിരക്കണക്കിൽ പേർ ഒരുമിച്ച് കൂടും. അതിനേക്കാൾ വലിയ സാഹിത്യശൈലിയിൽ മറ്റൊരാൾ സംസാരിക്കും, അവിടെ അതിനേക്കാൾ കൂടുതൽ ഒരുമിച്ച് കൂടും ആൾക്കാർ. അങ്ങനെ ജനങ്ങളെ ആകർഷിപ്പിക്കാനുള്ളതായ ഒരു കഴിവ് ബയാനുണ്ട്. അതുകൊണ്ട് ആ ബയാനിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖലഖൽ ഇൻസാന അല്ലമഹുൽ ബയാൻ, ഇൻസാനെ സൃഷ്ടിച്ചു എന്നതോടൊപ്പം അള്ളാഹുവിന്റെ അനുഗ്രഹത്തിന്റെ കൂട്ടത്തിൽ അള്ളാഹു പറയുന്നതായ ഒരു ഭാഗമാണ് ബയാനിനെയും അള്ളാഹു പഠിപ്പിച്ചു എന്നത്. അതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഭൂമിയെ സൃഷ്ടിച്ചതും ഭൂമിയെ വിശാലമാക്കിയതും അള്ളാഹുവിന്റെ അവിശാലമായ അനുഗ്രഹത്തിന്റെ ഒരു ഭാഗമാണ്. തബാറക്കല്ലദീ ജഅല ഫിസ് സമാഇ ബുറൂജൻ വജഅല ഫീഹാ സിറാജൻ വഖമറൻ മുനീറ വഹുവല്ലദീ ജഅലൽ ലൈല വന്നഹാറ ഖിൽഫതൻ ലിമൻ അറാദ അൻ യദ്ദക്കറ ഔ അറാദ ശുകൂറ എന്ന് അള്ളാഹു പറയുന്നതായിട്ട് കാണാം സൂറത്തുൽ ഫുർഖാനിൽ. തബാറക്കല്ലദീ, അള്ളാഹു അങ്ങേയറ്റം അനുഗ്രഹം വർഷിച്ചവനാണ്, അവന്റെ അനുഗ്രഹം വളരെ വിശാലമാണ്. ജഅല ഫിസ് സമാഇ ബുറൂജ വജഅല ഫീഹാ സിറാജൻ വഖമറൻ മുനീറ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വിശാലമായ ആകാശങ്ങളെ സൃഷ്ടിച്ചതോടൊപ്പം അതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂര്യനെയും ചന്ദ്ര നക്ഷത്രാദികളെയും സൃഷ്ടിച്ചു. അതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആലാന്റെ വിശാലമായ അനുഗ്രഹത്തിൽപ്പെട്ടതാണ്. വഹുവല്ലദീ ജഅലൽ ലൈല വന്നഹാറ ഖിൽഫതൻ ലിമൻ അറാദ അൻ യദ്ദക്കറ ഔ അറാദ ശുകൂറ. അല്ലാഹു സുബ്ഹാനഹു വ തആല രാത്രിയെയും പകലിനെയും ഇവിടെ സൃഷ്ടിച്ചു. ആ രാത്രി വന്നു വരുന്നു, പകൽ പോകുന്നു, പകൽ വരുന്നു, രാത്രി വരുന്നു. ഖിൽഫതൻ എന്ന് പറഞ്ഞാൽ യഖ്ലുഫു അഹദുൽ ആഖർ, ഒന്ന് മറ്റൊന്നിന്റെ പിന്നിലായിട്ട് വന്നും പോയും കൊണ്ടേ ഇരിക്കുന്നു. എന്തിനാണ്? ലിമൻ അറാദ അൻ യദ്ദക്കറ ഔ അറാദ ശുകൂറ, ചിന്തിക്കുന്നവർക്ക് ചിന്തിക്കാൻ, നന്ദി പ്രകടിപ്പിക്കുന്നവർക്ക് നന്ദി പ്രകടിപ്പിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ സൃഷ്ടികളെ അല്ലാഹുവിലേക്ക് ആകർഷിപ്പിക്കുവാനും അല്ലാഹുവിനെ കുറിച്ച്
പഠിക്കുവാനും അള്ളാഹുവിലേക്ക് അടുപ്പിക്കുവാനും അള്ളാഹുവിന്റെ ഇഷ്ടപ്പെട്ട ദാസന്മാരായി ജീവിക്കുവാനുമുള്ളതായ മാധ്യമങ്ങളായിട്ടാണ് ഈ ഷെട്ടികളെയെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല ഷെട്ടിച്ചു വിട്ടത്. അതെല്ലാം അള്ളാഹുവിന്റെ അനുഗ്രഹത്തിന്റെ ഒരു ഭാഗമാണ്. അള്ളാഹുവിന്റെ അനുഗ്രഹത്തിന്റെ ഭാഗത്തിൽപ്പെട്ട് തന്നെയാണ് നമുക്കറിയാവുന്നത് പോലെ ഇർസാൽ റുസൂൽ, മുർസലുകളെ അവർ നിയോഗിച്ചു. മുർസലുകളെ നിയോഗിക്കുക എന്നത് അള്ളാഹുവിന്റെ അനുഗ്രഹമാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും എല്ലാ മുർസലുകളുടെ നേതൃത്വം വഹിക്കുന്ന നമ്മുടെ അനുശിത നേതാവായ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന ഈ വിശുദ്ധ നാട്ടിൽ, ഈ വിശുദ്ധ ഭൂമിയിൽ അന്ത്യവിഷമം കൊള്ളുന്നവരായ നമ്മുടെ കണ്ണിലുണ്ണിയായ നബിയുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ച് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹം എന്നതാണ്, അവർ അനുഗ്രഹത്തിന്റെ ഒരു മഹാഭാഗമാണ്, അവൻ തന്നെയാണ് അനുഗ്രഹം എന്ന് പറയുന്നതായിട്ട് കാണാം. വമ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ, നിങ്ങളെ ഞാൻ നിയോഗിച്ചത് തന്നെ ആലമീങ്ങൾക്ക്, ഷിട്ടികൾക്ക് ആ സകലം റഹ്മത്തായിട്ടാണെന്നാണ്. അപ്പോൾ ഷിട്ടികൾക്ക് റഹ്മത്തായി നിയോഗിക്കപ്പെട്ടതായ നബിയുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ ജീവിതത്തിൽ ആ റഹ്മത്താകുന്ന ഖുർആനിനെ, ആ റഹ്മത്താകുന്നതായ അള്ളാഹുവിന്റെ വിശാലമായ ബയാനിനെ, ആ റഹ്മത്താകുന്നതായ അള്ളാഹുവിന്റെ ഇൽമിനെ, ആ റഹ്മത്താകുന്നതായ അള്ളാഹു നമുക്ക് ഇറക്കിയതായ എല്ലാ ഇൽമുകളെ അള്ളാഹുവിന്റെ റസൂലിലൂടെയാണ് നമുക്ക് പഠിപ്പിച്ചു തന്നത്, നമുക്ക് മനസ്സിലാക്കി തന്നത്, നമുക്ക് വിശദീകരിച്ചു തന്നത്, നമുക്ക് അതിലൂടെ അള്ളാഹുലേക്ക് എത്താനുള്ളതായ മാർഗങ്ങൾ പഠിപ്പിച്ചു തന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ ഹുദൽ ലിന്നാസി, ജനങ്ങൾക്ക് നന്മ നൽകാൻ വേണ്ടി, വലാലത്തിന് ശേഷം അവര് പഴച്ചവരായതിനു ശേഷം അവർ പഴച്ചതായ ആ മാർഗത്തിൽ നിന്നിട്ട് നല്ല റൂട്ടിലേക്ക്, ഹിദായത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല മുർസലുകളെ അയക്കുന്ന കൂട്ടത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ നേതാവായ നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ നിയോഗിച്ചപ്പോഴും അത് റഹ്മത്താണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ നബിമാരെ നിയോഗിക്കലും അത് റഹ്മത്താണ്. അതുപോലെ തന്നെ ഗ്രന്ഥങ്ങൾ ഇറക്കിയതും അത് റഹ്മത്താണ്. അള്ളാഹുവിന്റെ അനുഗ്രഹം വളരെ വിശാലമാണ്. നാം ഇവിടെ ജാഹിലീങ്ങളായി അറിവില്ലാത്തവരായി ജീവിച്ച സന്ദർഭത്തിൽ നമുക്ക് അറിവ് നൽകാൻ വേണ്ടിയുള്ളതായ ആ ഇൽമിനെ നബിമാരെ അയക്കലിലൂടെ, അവരുടെ കൂടെ ഗ്രന്ഥങ്ങൾ ഇറക്കലിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല ആ ജഹാലത്തിനെ ഉന്മൂലനം ചെയ്യാൻ, ജഹാലത്തിനെ മാറ്റാൻ, അറിവില്ലായ്മയെ നീക്കം ചെയ്യാൻ അള്ളാഹു ഇറക്കിയതായ വിശാലമായ അനുഗ്രഹമാണ് നബിമാർ, അതുപോലെ തന്നെ ഗ്രന്ഥങ്ങൾ. അള്ളാഹു പറയുന്നു ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീന ഇദ് ബഅസ ഫീഹിം റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാതിഹി, അള്ളാഹുവിന്റെ വിശാലമായ അനുഗ്രഹത്തിൽപ്പെട്ടതാണ് നിങ്ങൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങൾക്ക് അവരിൽ നിന്നിട്ട്, അവരുടെ കൂട്ടത്തിൽ നിന്നിട്ട് ഒരു ദൂതരെ നിയോഗിക്കുകയുണ്ടായി. ആ ദൂതർ ഇവിടെ നിങ്ങൾക്ക് അള്ളാഹുവിന്റെ ഗ്രന്ഥത്തെ ഓതിത്തരുകയുണ്ടായി, അവന്റെ ദൃഷ്ടാന്തങ്ങളെ പഠിപ്പിച്ചു തരികയുണ്ടായി. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതിനെയെല്ലാം എണ്ണുന്നത് ഏത് കൂട്ടത്തിലാണ്? അള്ളാഹുവിന്റെ അനുഗ്രഹത്തിന്റെ കൂട്ടത്തിൽ പെടുത്തിയും കൊണ്ടാണ്. ആ അള്ളാഹുവിന്റെ വിശാലമായ അനുഗ്രഹത്തെയാണ് ഇന്ന് മക്ക ഇമാം വിശദീകരിച്ചത്. മക്കത്ത് മസ്ജിദുൽ ഹറാമിൽ പ്രസംഗിച്ചതായ സന്ദർഭത്തിൽ വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ എന്ന് നാം കേൾക്കുമ്പോൾ റഹ്മത്തുൽ ലിൽ ആലമീനായ നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തിന് ആശകലം വിശാലമായ അനുഗ്രഹമാണ്. ആ അനുഗ്രഹം അള്ളാഹുവിന്റെ വിശാലമായ അനുഗ്രഹമാണ്. ഇവിടെ നമുക്ക് മഴ വർഷിക്കുക എന്നതും, നമ്മെ സൃഷ്ടിക്കുക എന്നതും, ഭൂമിയെ സൃഷ്ടിക്കുക എന്നതും, ആകാശത്തെ സൃഷ്ടിക്കുക എന്നതും, അതിലുള്ള സർവ്വ നക്ഷത്രാദികളെയും അതുപോലെ തന്നെ സൂര്യ ചന്ദ്രനെയും എല്ലാം സൃഷ്ടിക്കുക എന്നതും അള്ളാഹുവിന്റെ അനുഗ്രഹത്തിന്റെ ഒരു ഭാഗമാണ് എന്ന് നാം പഠിച്ചു. അതെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ നമുക്ക് വിവരിച്ചു തന്നതായ ഭാഗമാണ്. വനസ്സൽനാ അലൈക്കൽ കിതാബ തിബിയാനൻ ലികുല്ലി ഷൈ, ഈ കിതാബിലൂടെ അള്ളാഹു ഇറക്കിയതായ ഗ്രന്ഥത്തിലൂടെ എല്ലാ നമുക്ക് അനിവാര്യമായ പഠിക്കൽ, അനിവാര്യമായ അറിയൽ, അനിവാര്യമായ നമുക്ക് ആവശ്യമായ എല്ലാറ്റിനെ കുറിച്ചുള്ളതായ വിശദമായ വിവരണങ്ങൾ തിബിയാനൻ ലികുല്ലി ഷൈ ഖുർആനിലൂടെ നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിച്ചുകൊണ്ട് ഇറക്കുകയുണ്ടായി. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ അനുഗ്രഹത്തിൽപ്പെട്ടതാണ് മേഘം, അള്ളാഹുവിന്റെ അനുഗ്രഹത്തിൽപ്പെട്ടതാണ് മഴ. നമ്മുടെ മുമ്പിലേക്ക് മേഘം വന്നു, ഇടി വന്നു, മിന്നെറിഞ്ഞു, അങ്ങനെ മഴ വർഷിക്കുകയും ചെയ്താൽ അള്ളാഹു പറയുന്നു ഫൻദുറൂ ഇലാ ആഥാരി റഹ്മത്തില്ലാ, അള്ളാഹുവിന്റെ വിശാലമായ അനുഗ്രഹത്തിന്റെ അനുഗ്രഹം കൊണ്ടുള്ളതായ ഫലങ്ങൾ നിങ്ങൾ നോക്കൂ, കണ്ടറിയുന്നുണ്ടല്ലോ. അതിലൂടെ കൃഷികൾ ഉണ്ടാകുന്നു. യുഹ്യിൽ അർള ബഅദ മൗതിഹാ, ആ ഭൂമി വരണ്ട ശേഷം അത് പച്ചയുള്ളതായി മാറുന്നു, അതിൽ വൃക്ഷങ്ങൾ ഉണ്ടാകുന്നു, അത് പച്ചയായി മാറുകയും ചെയ്യുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതെല്ലാം അള്ളാഹുവിന്റെ അനുഗ്രഹത്തിന്റെ കൂട്ടത്തിലാണ് എണ്ണുന്നത്. അതുപോലെ തന്നെ അവന്റെ അടിമകളുടെ ഇടയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ വിശാലമായ ആ അനുഗ്രഹത്തെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടിമകളുടെ ഇടയിൽ അനുഗ്രഹിച്ചു കൊടുത്തു. അത് കാരണത്താൽ തന്നെ പരസ്പരം അടിമകൾ അനുഗ്രഹിക്കുന്നു, പരസ്പരം അടിമകൾ കിർഫയുള്ളവരായി മാറുന്നു. വാപ്പ ഉമ്മ മക്കളോട് കിർഫയുള്ളവരായി മാറുന്നു. ആ കിർഫ അള്ളാഹുവിന്റെ അനുഗ്രഹത്തിന്റെ ഒരു ഭാഗമാണ്. ഇവിടെ എല്ലാവരും ആര് അനുഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ആരോട് കനിയുന്നുണ്ടെങ്കിൽ, ആർക്ക് കനിവ് ചൊരിയുന്നുണ്ടെങ്കിൽ അതെല്ലാം അള്ളാഹുവിന്റെ കനിവിന്റെ, അള്ളാഹുവിന്റെ അനുഗ്രഹത്തിന്റെ ഒരു ഭാഗമാണ് യഥാർത്ഥത്തിൽ.
യഥാർത്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങളെ 100 എണ്ണമായിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പരിചയപ്പെടുത്തുന്നത്. ആ 100 എണ്ണത്തിൽ നിന്നിട്ട് ഒരെണ്ണം മാത്രമാണ് ഈ ഭൂമിയിലുള്ള എല്ലാ അനുഗ്രഹങ്ങൾ. ആകാശമാവട്ടെ, ഞാൻ ഇതുവരെ പറഞ്ഞതായ എല്ലാ അനുഗ്രഹങ്ങളും അത് അല്ലാഹുവിന്റെ ഒരു അനുഗ്രഹം മാത്രമാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയുന്ന ശൈലിയാണ്. അതിൽ 99 എണ്ണം അല്ലാഹുവിനെ കൊണ്ട് വിശ്വസിച്ച, പരലോകത്തിൽ വിശ്വസിച്ച, അല്ലാഹുവിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിച്ച, അല്ലാഹുവിനെ മാത്രം ആരാധിച്ച, അല്ലാഹുക്ക് മാത്രം ജീവിച്ച് മരിക്കാൻ തീരുമാനിച്ച യഥാർത്ഥ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ അഹലുകാരായ സത്യവിശ്വാസികൾക്ക് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല പരലോകത്തിൽ സൂക്ഷിച്ച് സംരക്ഷിച്ച് വെച്ചിരിക്കുകയാണ്. അപ്പോൾ പരലോകത്തിൽ കിട്ടാൻ പോകുന്ന വിശാലമായ അനുഗ്രഹം എത്രമാത്രമായിരിക്കുമെന്നത് പറഞ്ഞറിയിക്കേണ്ടതില്ല. അപ്പോൾ ഇവിടെ ഭൂമിയിലുള്ളത് ആ സകലം, ഞാൻ നിങ്ങളെ ഇതുവരെ കേൾപ്പിച്ചതായ ആ സകലം അനുഗ്രഹം അള്ളാഹുവിന്റെ 100 അനുഗ്രഹത്തിൽ നിന്നിട്ട് ഒരു അനുഗ്രഹത്തിന് മാത്രമാണ് ഇവിടെ ഇറക്കിയിട്ടുള്ളത്. ബാക്കിയുള്ള 99 സത്യവിശ്വാസികൾക്ക് വേണ്ടി മാത്രം, അല്ലാഹു സുബ്ഹാനഹു വ തആല മുവഹിദീങ്ങൾക്ക് വേണ്ടി മാത്രം, അഥവാ ഏകദൈവ വിശ്വാസികൾക്ക് വേണ്ടി മാത്രം പരലോകത്തിൽ അവൻ സൂക്ഷിച്ച് സംരക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. അവിടെ അവർക്ക് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗലോകത്തിലൂടെ, ആ രമ്യഹർമ്മ്യങ്ങളിലൂടെ, ആ പൂന്തോപ്പുകളിലൂടെ, ആ വിശാലമായ ആ 99 അനുഗ്രഹത്തിനെ അല്ലാഹു നിരത്തി പരത്തി അവിടെ അവർക്ക് നൽകുന്നതാണ്, അവരെ ചൊരിയുന്നതാണ്. അല്ലാഹുവിന്റെ ആ വിശാലമായ ഒരു അനുഗ്രഹം മാത്രം കണ്ടില്ലേ ഇന്ന് ലോകത്തിൽ? അതിലൂടെ നാം ആസ്വദിച്ചു കൊണ്ടേയിരിക്കുന്നു, നാം ഭക്ഷണം കഴിച്ചുകൊണ്ടേയിരിക്കുന്നു, നാം പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു, നമ്മുടെ ജീവിതം നാം ഇവിടെ പോയിക്കൊണ്ടേയിരിക്കുന്നു. ലക്ഷങ്ങൾ, മില്യനുകളല്ല, കോടാനകോടി ജനങ്ങൾ ഇവിടെ ജീവിക്കുന്നു. അവർ ഭക്ഷണം കഴിക്കുന്നു, അവർക്കുള്ളതായ ഭക്ഷണങ്ങളും വസ്ത്രങ്ങളും അവർക്കുള്ളതായ എല്ലാ രൂപത്തിലുള്ളതായ അനുഗ്രഹങ്ങളും, മഴയാണെങ്കിൽ മഴ, സമ്പത്താണെങ്കിൽ സമ്പത്ത്, ഇതെല്ലാം ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്തു കൊടുക്കുന്നത് അവന്റെ 100 അനുഗ്രഹത്തിൽ നിന്നിട്ട് ഒരു അനുഗ്രഹത്തിലൂടെ മാത്രമാണ് എന്നാണ് നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അതിൽ പെട്ടതായ ഒരു വിശാലമായ അനുഗ്രഹമാണ് ഈ ഭൂമിയിൽ അല്ലാഹു നമുക്ക് നൽകിയത്. തൗബയുടെ വാതില് നമുക്ക് തുറന്നു തന്നിരിക്കുകയാണ്. ഏത് സമയത്തും നമുക്ക് തൗബ അത് വിശാലമായ അനുഗ്രഹമാണ്. കാരണം തൗബയുടെ വാതിൽ നമ്മുടെ മുമ്പിൽ ഇല്ലെങ്കിൽ, തെറ്റ് നാം ചെയ്തുകൊണ്ടേ ഇരിക്കുന്നവരായിരിക്കുമ്പോൾ നമ്മുടെ മുമ്പിൽ തൗബയുടെ വാതിലില്ലെങ്കിൽ തീർച്ചയായിട്ടും നാം മഹാ അപകടത്തിൽപ്പെടും. മക്ക ഇമാം പറയുകയാണ്, അള്ളാഹുവിന്റെ വിശാലമായ അനുഗ്രഹമാണ് തൗബ. ആ തൗബ നമ്മുടെ മുമ്പിൽ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്യാൻ അത് സാധിക്കുന്നു. നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ഖിയാമത്ത് നാൾ വരേക്കും, അഥവാ നമ്മുടെ മുമ്പിൽ ഏത് സമയത്തും ഇവിടെ സൂര്യൻ കിഴക്ക് ഭാഗത്തിൽ നിന്ന് ഉദിക്കുകയും പടിഞ്ഞാറ് ഭാഗത്ത് അസ്തമിക്കുകയും ചെയ്യുന്നതിന് പകരം സൂര്യൻ നേരെ മറിച്ച് ഉദിക്കാനും അസ്തമിക്കാനും തുടങ്ങുന്ന കാലഘട്ടം വരും. ആ കാലഘട്ടം വരുമ്പോൾ മാത്രമേ തൗബയുടെ വാതിൽ അടക്കപ്പെടുകയുള്ളൂ. അതുവരേക്കും ഭൂമിയിൽ തൗബയുടെ വാതിലാകുന്ന അനുഗ്രഹം, അള്ളാഹുവിന്റെ അനുഗ്രഹം ലോകത്തിന് ചൊരിഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. കാഫറായവർക്ക് തൗബ ചെയ്തിട്ട് മുസ്ലിമാവാൻ സാധിക്കുന്നു. പാവികൾക്ക് തൗബ ചെയ്തിട്ട് അവർക്ക് സത്യവിശ്വാസികളിൽ നിന്നിട്ട് തെറ്റ് വരുമ്പോൾ ആ തെറ്റിൽ നിന്നിട്ട് മുക്തരാവാൻ സാധിക്കുന്നു. അങ്ങനെ തെറ്റിൽ നിന്നിട്ട് മുക്തരാവാനും കുല്ലു ബനി ആദമ ഖത്താ, ആദമിന്റെ സന്തതികൾ ആ സകലം പിഴക്കുന്നവരാണ്, പിഴവുണ്ടായിക്കൊണ്ടേയിരിക്കുന്നവരാണ്. വഖൈറുൽ ഖത്താഈന അത്തവാബൂൻ, ഏറ്റവും തെറ്റ് ചെയ്യുന്നവരിൽ നിന്നിട്ട് ഉത്തമർ പാശ്ചാത്തപിക്കുന്നവരാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായ ആ തൗബയുടെ വാതില് നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല തുറന്നു തന്നു എന്നത് അത് വിശാലമായ അല്ലാഹുവിന്റെ അനുഗ്രഹത്തിന്റെ ഒരു ഭാഗമാണ്. അതുപോലെ തന്നെ അല്ലാഹുവിന്റെ വിശാലമായ അനുഗ്രഹം, അവന്റെ അഫു, അവൻ നമുക്ക് മാഫ് ചെയ്തു തരുക. വസിഅത്ത് കുല്ല ഷൈഇൻ എന്ന് നാം പഠിച്ചല്ലോ ആയത്തിലൂടെ. അല്ലാഹുവിന്റെ റഹ്മത്ത് എല്ലാറ്റിലും വിശാലമാണ്, എല്ലാറ്റിലും വ്യാപകമാണ്. അതുപോലെ അവന്റെ റഹ്മത്ത് അവന്റെ ഗളബിനേക്കാൾ മികച്ചു നിൽക്കുന്നതാണ്, അവന്റെ കോപത്തേക്കാൾ മികച്ചു നിൽക്കുന്നതാണ് അവന്റെ അഫു, അവൻ മാഫ് ചെയ്യുക എന്നത്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൽ നിന്നിട്ട് നമുക്ക് അവന്റെ അനുഗ്രഹത്തെ നമുക്ക് പ്രതീക്ഷിക്കാം. അള്ളാഹുവിന്റെ ഭാഗത്തിൽ നിന്നിട്ട് തൗബ പ്രതീക്ഷിക്കാം. അള്ളാഹു നമ്മുടെ തൗബ സ്വീകരിക്കട്ടെ. തൗബ നമ്മിൽ നിന്നിട്ട് സ്വീകരിക്കുന്നവരിൽ അള്ളാഹു നമ്മെ പെടുത്തുമാറാവട്ടെ. അള്ളാഹുവിന്റെ റസൂൽ പറയുകയാണ്, ലൻ യദ്ഖുല അഹദുക്കും അൽ ജന്നത ബിഅമലി, നിങ്ങൾ നിന്നിട്ട് ആരും തന്നെ സ്വർഗ്ഗത്തിൽ അവന്റെ അമൽ കൊണ്ട് കടക്കാൻ സാധിക്കുന്നതല്ല. ഹത്താ അൻത യാ റസൂലല്ലാഹ്, നിങ്ങൾക്കും കടക്കാൻ സാധിക്കൂലേ റസൂലേ എന്ന് ചോദിക്കപ്പെട്ടു. റസൂൽ മറുപടി നൽകുന്നു, ഹത്താ അന, ഞാൻ വരേക്കും സ്വർഗ്ഗത്തിൽ കടക്കുന്നതല്ല, ഇല്ല അൻ യതഗമ്മദനില്ലാഹു ബിറഹ്മതി, അല്ലാഹു എന്റെ അനുഗ്രഹം എന്നെ പൊതിഞ്ഞാലല്ലാതെ. അപ്പോൾ അല്ലാഹുവിന്റെ റസൂലിന് വരേക്കും അല്ലാഹുവിന്റെ അനുഗ്രഹം പൊതിഞ്ഞാലല്ലാതെ സ്വർഗ്ഗത്തിൽ കിടക്കാൻ പറ്റുകയില്ല എന്ന് കേൾക്കുമ്പോൾ അല്ലാഹുവിന്റെ വിശാലമായ അനുഗ്രഹത്തിനെ കുറിച്ച് പറഞ്ഞറിയിക്കേണ്ടതില്ല. അല്ലാഹു അതുകൊണ്ടാണ് പറഞ്ഞത്, ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം, യേശു ശരീരത്തെ ആക്രമിച്ചതായ, പരാക്രമം നടത്തിയതായ, തെറ്റ് ചെയ്തവരായ, ദുൽമ ചെയ്തവരായ എന്റെ അടിമകളെ എന്ന ഓമന പേരുകൊണ്ട് വിളിച്ചുകൊണ്ട് അല്ലാഹു പറയുകയാണ്, ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ, അല്ലാഹുവിന്റെ അനുഗ്രഹത്തിൽ നിന്നിട്ട് നിങ്ങൾ നിരാശപ്പെടരുത്, ആശ മുറിഞ്ഞു
പോകരുത്. ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ, അള്ളാഹു എല്ലാ ദോഷങ്ങളെയും അള്ളാഹു പുറത്തു തരാൻ തയ്യാറാണ്, പുറത്തു തരുന്നതാണ് എന്ന് അള്ളാഹു തീർത്ത് പറയുകയാണ്. അള്ളാഹു പുറത്തു തരുന്നതായ ഗഫാറാണ്, ഗഫൂറാണ്, അതുപോലെ തന്നെ റഹീമാണ്. അള്ളാഹു അനുഗ്രഹിക്കുന്നവരാണ്. ആ അള്ളാഹുവിന്റെ വിശാലമായ അനുഗ്രഹത്തിന്റെ ഒരു ഭാഗമാണ് അവൻ നമുക്ക് പുറത്തു തരുന്നു എന്നത്. അർറാഹിമൂന യർഹമുഹുർ റഹ്മാൻ. ഇവിടെ ഭൂമിയിൽ വെച്ചിട്ട് നാം പരസ്പരം അങ്ങുമിങ്ങും റഹ്മത്ത് ചെയ്യുന്നുണ്ടോ, മറ്റുള്ളവർക്ക് അനുഗ്രഹിക്കുന്നുണ്ടോ, കനിയുന്നുണ്ടോ, എന്നാൽ അള്ളാഹുവിന്റെ അനുഗ്രഹത്തിൽ നമ്മെ പൊതിയുകയും നമ്മെ ചൊരിയുകയും ചെയ്യുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അതാണ് റസൂലുള്ളാഹിന്റെ വാക്ക്, ഇർഹമൂ മൻ ഫിൽ അർളി യർഹമുക്കും മൻ ഫിസ് സമാ. ഭൂമിയിലുള്ളവർക്ക് നിങ്ങൾ റഹ്മത്ത് ചെയ്യൂ, നിങ്ങൾ അനുഗ്രഹിക്കൂ, അവർക്ക് സഹായ സഹകരണങ്ങൾ ചെയ്യൂ, എന്നാൽ ആകാശത്തുള്ളതായ റബ്ബ് നിങ്ങളെ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും എന്ന്. ഇത് മക്ക ഇമാം എന്ന് സംസാരിച്ച സംസാരത്തിന്റെ ഷോർട്ടായ ഭാഗമാണ്. അള്ളാഹുവിന്റെ സിഫത്താകുന്ന റഹ്മത്ത് എന്ന സിഫത്തിന്റെ വിശദാംശമായിരുന്നു ഇന്ന് മക്കയിൽ ഡോക്ടർ ബന്ദർ ബിൻ അബ്ദുൽ അസീസ് ഇന്ന് സംസാരിച്ചിരുന്നത്. ഡോക്ടർ അബ്ദുള്ള അൽ ബൈജാൻ ഇന്ന് മദീനയിൽ സംസാരിച്ചത് സിലത്തുർ റഹ്മനെ കുറിച്ചാണ്. അത് റഹ്മത്തിന്റെ ഒരു ഭാഗമാണ്, അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ ഒരു ഭാഗമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ പേരുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ് റഹ്മ, ചാർച്ച ബന്ധം എന്നതായ വാക്ക് തന്നെ സെലക്ട് ചെയ്തത്. ഉഅബ്ദുല്ലാഹ വലാ തുശ്രികൂ ബിഹി ശൈഅ. അള്ളാഹുവിനെ മാത്രം നിങ്ങൾ ആരാധിക്കുക, അള്ളാഹുവിന്റെ കൂടെ നിങ്ങൾ ആരെയും പങ്കു ചേർക്കാതിരിക്കുക ആരാധനയിൽ എന്ന വാക്ക് പറഞ്ഞുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ആരംഭിച്ചുകൊണ്ട് സംസാരിക്കുന്നതായ വാക്കിൽ കാണാം, വബിൽ വാലിദൈനി ഇഹ്സാന. മാതാപിതാക്കൾക്ക് നിങ്ങൾ നന്മ ചെയ്യുക. വബിദിൽ ഖുർബ, അതുപോലെ തന്നെ നിങ്ങളുടെ കുടുംബ മെമ്പർമാരോട് നിങ്ങൾ ഇഹ്സാൻ ചെയ്യുക. അതുപോലെ തന്നെ വൽ യതാമ, അനാഥ കുട്ടികൾക്കും നിങ്ങൾ അനുഗ്രഹിക്കുക, നിങ്ങൾ അവർക്ക് ഇഹ്സാൻ ചെയ്യുക. വൽ മസാകീൻ, മിസ്കീന്മാർക്കും നിങ്ങൾ ഇഹ്സാൻ ചെയ്യുക. വൽ ജാരിദിൽ ഖുർബ, നിങ്ങളുടെ അടുത്തുള്ളതായ അയൽവാസികൾക്ക് ഇഹ്സാൻ ചെയ്യുക, നന്മ ചെയ്യുക. അതുപോലെ തന്നെ ദൂരമുള്ളതായ അയൽവാസികൾക്കും, അതുപോലെ തന്നെ നിങ്ങൾ അടുത്ത് ജീവിക്കുന്നതായ നിങ്ങളുടെ സഹോദരന്മാർക്കും, നിങ്ങളുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നവർക്കും, സഹജീവികൾ, സഹപാഠികൾ, സഹപ്രവർത്തകന്മാർ എല്ലാവരുമായിട്ട് ഇഹ്സാൻ ചെയ്യണം. അതുപോലെ തന്നെ ഉബുനുസ്സബീലിനും നിങ്ങൾ ഇഹ്സാൻ ചെയ്യണം, അഥവാ യാത്രക്കാർ. അപ്പോൾ ഇവിടെ നിങ്ങളുടെ കീഴിലുള്ളതായ അടിമകൾക്കും നിങ്ങൾ അനുഗ്രഹിക്കണം എന്നൊക്കെ ഒരേ ആയത്തിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല സംസാരിച്ചതായ സംസാരത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചാർച്ചബന്ധം ചേർക്കണമെന്നാണ് ഇവിടെ പ്രാധാന്യം നൽകിയും കൊണ്ട് സംസാരിച്ചത്. അഥവാ മാതാപിതാക്കൾക്ക് ചെയ്യേണ്ട ബാധ്യതകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നിറവേറ്റാൻ വേണ്ടി പറഞ്ഞപ്പോൾ അല്ലാഹുവിന് മാത്രമായിരിക്കണം ആരാധന, അവനോട് മാത്രം വിളിച്ച് പ്രാർത്ഥിക്കണം, അവന് മാത്രം നേർച്ചയാക്കണം, അർക്കണം, അവന് മാത്രം ആരാധനകളുടെ എല്ലാ ഇനങ്ങളും സമർപ്പിക്കണം എന്ന വാക്ക് പറഞ്ഞ ഉടനെ തന്നെ പറഞ്ഞത് എന്തായിരുന്നു? അത് മാതാപിതാക്കൾക്ക് ചെയ്യേണ്ടതായ ഇഹ്സാൻ, അവർക്ക് ചെയ്യേണ്ടതായ നന്മ, അവർക്ക് ചെയ്യേണ്ടതായ ഒത്താശകൾ, അതിനു പ്രാധാന്യം നൽകണമെന്ന് കൽപ്പിച്ചുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സംസാരിക്കാൻ ആരംഭിച്ചത് ഈ ആയത്തിലൂടെ. അപ്പോൾ അത് ചാർജ് പദ്ധത്തിൽ ചേർക്കുന്നതിന്റെ പ്രധാന ഘടകമാണ്, പ്രധാന ഭാഗമാണ് മാതാപിതാക്കൾക്ക് അനുഗ്രഹിക്കുക, അവരെ സ്നേഹിക്കുക, അവർക്കുള്ളതായ ബാധ്യതകൾ നിർവഹിക്കുക, അവർക്ക് ഇഹ്സാൻ നൽകുക എന്നത്. എന്നിട്ടാണ് പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല വഅതിൽ ഖുർബ ഹഖ, നിങ്ങളുടെ കുടുംബ മെമ്പർമാർക്കും നിങ്ങളുടെ റഹ്മ നിങ്ങൾ ചേർക്കണം, നിങ്ങളുടെ ചാർച്ച ബന്ധം നിങ്ങൾ പുലർത്തണം, അവരുമായുള്ള ബന്ധങ്ങൾ നിങ്ങൾ പുലർത്തിക്കൊണ്ടേ ഇരിക്കണം. അവരുമായിട്ട് പണ്ടൊക്കെ പറയാറുള്ളത് കത്തടപാടുകളൊക്കെ ആയിരിക്കും വിദേശത്ത് ജീവിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം. ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ നേരിട്ട് കണ്ട് സംസാരിക്കാനുള്ളതായ സൗകര്യങ്ങൾ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്തു തന്നതായ അവന്റെ വിശാലമായ അനുഗ്രഹത്തിന്റെ ഒരു ഭാഗമാണ്. മക്ക ഇമാം പറഞ്ഞതായ ആ അനുഗ്രഹത്തിന്റെ ഒരു ഭാഗമാണ് ഇപ്പോൾ നമുക്ക് അല്ലാഹു നൽകിയതായ നേർക്ക് നേരെ കണ്ട് നാട്ടിലുള്ളതായ നമ്മുടെ ഉമ്മയോടും നമ്മുടെ വാപ്പയോടും നമ്മുടെ മക്കളോടും നമ്മുടെ ഭാര്യമാരോടും നമ്മുടെ കുടുംബത്തോടും നമ്മുടെ കുടുംബ മെമ്പർമാരോടും എല്ലാവരോടും നേർക്ക് നേരെ സംസാരിക്കാനും അവരെ നിങ്ങൾക്ക് കാണുവാനും നിങ്ങൾക്ക് അവരെ കാണുവാനും സാധിക്കുന്നു എന്ന് മാത്രമല്ല, നിമിഷങ്ങൾ കൊണ്ട് നമുക്ക് ഇവിടുന്ന് അവരെ സാമ്പത്തികമായി സഹായിക്കാൻ ഉദ്ദേശിച്ചാൽ അങ്ങനെ സഹായിക്കാനുള്ളതായ ചുറ്റുപാട് വരെ അള്ളാഹു നമുക്ക് ഉണ്ടാക്കി തന്നിരിക്കുകയാണ്. അതുകൊണ്ട് അള്ളാഹു ഈ പറഞ്ഞതായ ആയത്തിൽ പ്രധാനമായി എണ്ണിപ്പറഞ്ഞതായ വിഭാഗത്തിനെയെല്ലാം അവർക്ക് ചെയ്യേണ്ടതായ ആ ഒത്താശകൾ ചെയ്യുന്ന കാര്യത്തിൽ നാം പിന്നിലാവാൻ പാടുള്ളതല്ല. ഇന്നല്ലാഹ ലാ യുഹിബ്ബു മൻ കാന മുഖ്താലൻ ഫഖൂറ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരം കാര്യങ്ങൾ പറഞ്ഞ് അവസാനിക്കുമ്പോൾ പറഞ്ഞത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അഹങ്കരിക്കുന്നതായ വിഭാഗത്തെ ഒരിക്കലും ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് അഹങ്കാരത്തിന്റെ ഇനത്തിൽപ്പെട്ടതാണ് എന്ത്? കുടുംബ ബന്ധം ചേർക്കാതിരിക്കുക.
ചാർച്ചബന്ധം ചേർക്കാതിരിക്കുക, അവശരെ സഹായിക്കാതിരിക്കുക, അയൽവാസികളെ സഹായിക്കാതിരിക്കുക, അതുപോലെ തന്നെ പരസ്പരം സഹായ സഹകരണങ്ങൾ ചെയ്യുന്ന കാര്യത്തിൽ വീഴ്ച വരുത്തുക, അതൊക്കെ അഹങ്കാരികളുടെ സ്വഭാവമാണ് എന്ന് പഠിപ്പിക്കും പോലെ. അതുകൊണ്ടായിരിക്കാം അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രൂപത്തിൽ സംസാരിക്കാൻ കാരണം. ബനൂ ഇസ്രായേലുകളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉടമ്പടി തന്നെ ചെയ്തു എന്നാണ്. വഇദാ അഖദല്ലാഹു മീസാഖ ബനീ ഇസ്രായീല അല്ലാ തഅബുദു ഇല്ലല്ലാഹ്. നിങ്ങൾ ബനൂ ഇസ്രായേലുകളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉടമ്പടി വാങ്ങിയതായ സന്ദർഭത്തെ മുസ്ലിം ലോകമേ, മുഹമ്മദിന്റെ ഉമ്മത്തുകളെ നിങ്ങൾ ഓർക്കേണ്ടതുണ്ട്, നിങ്ങൾ സ്മരിക്കേണ്ടതുണ്ട്. എന്താണ് അവരോട് ഉടമ്പടി വാങ്ങിയത്? അല്ലാ തഅബുദു ഇല്ലല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ അല്ലാതെ വിളിച്ച് പ്രാർത്ഥിക്കരുത്, അല്ലാഹുവിനല്ലാതെ ആരാധന സമർപ്പിക്കരുത്. ആരാധനകൾ മുഴുവനും അള്ളാഹ്ക്ക് മാത്രമാണ് സമർപ്പിക്കേണ്ടത്, അള്ളാഹുവിന്റെ കൂടെ ആരെയും ശിർക്ക് വെക്കരുത് എന്ന് പറഞ്ഞതിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല ബിൽ വാലിദൈനി ഇഹ്സാനാ, നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണം. വബിദുൽ ഖുർബ വൽ യതാമ വൽ മസാകീൻ വഖൂലു ലിന്നാസി ഹുസ്നാ, അവിടെയും അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് നിങ്ങൾ കുടുംബ ബന്ധം ചേർക്കണം, ചാർച്ചബന്ധം ചേർക്കണം, അനാഥകളോട് സഹകരിക്കണം, അവർക്കുള്ള ഒത്താശകൾ ചെയ്തു കൊടുക്കണം, മിസ്കീന്മാർക്കുള്ളതായ ഒത്താശകൾ ചെയ്തു കൊടുക്കണം എന്ന് മാത്രമല്ല പൊതുവെ ജനങ്ങൾക്ക് ആസകലം അവരിലുള്ള മുസ്ലിങ്ങൾക്ക് അമുസ്ലിങ്ങൾക്ക് എല്ലാവർക്കും വഖൂലു ലിന്നാസി ഹുസ്നാ, അവരോട് നിങ്ങൾ നന്മ പറയണം, നല്ല രൂപത്തിൽ പെരുമാറണം. നോക്കൂ സുബ്ഹാനല്ലാഹ്, ഖുർആന്റെ വിശാലമായ ആ അനുഗ്രഹീത ശൈലി, അനുഗ്രഹീത രൂപം, അത്ഭുത രൂപം, അത് ലോകത്തിന് പഠിപ്പിക്കുന്നത് എന്താണ്? മനുഷ്യരാശിക്ക് സഹിഷ്ണുതയും സമാധാനവും ശാന്തിയും എല്ലാം ലോകത്ത് ചൊരിയാൻ വേണ്ടി പഠിപ്പിച്ചതായ മതമാണ് ഈ ദീൻ, മതമാണ് ഈ ഇസ്ലാം. മതത്തിന്റെ മൂലാധാരമാണ് ഈ ഖുർആൻ. ആ ഖുർആനാണ് പണ്ട് തന്നെ ബനൂ ഇസ്രായേലിനോട് കാട്ടിയതുപോലെ നമ്മളോടും കാട്ടാൻ വേണ്ടി കൽപ്പിക്കുന്നത്. വഖീമുസ്സലാത്ത വആതു സക്കാത്ത, അവരോട് കൽപ്പിക്കപ്പെട്ട, അവരോട് വാഗ്ദാനം ചെയ്ത ഭാഗത്തിൽപ്പെട്ടതാണ് നിങ്ങൾ നിസ്കാരം നിലനിർത്തണം, സക്കാത്ത് കൊടുക്കണം. എന്നിട്ട് പക്ഷേ അവരോട് അല്ലാഹു പറയുകയാണ് സുമ്മ തവല്ലൈതും ഇല്ലാ ഖലീലൻ മിൻകും വഅൻതും മുഅ്രിദൂൻ, നിങ്ങൾ എന്നിട്ട് വളരെ തുച്ഛം പേര് മാത്രമേ അള്ളാഹുവിന്റെ വാക്ക് പാലിച്ചവരുള്ളൂ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയുണ്ടായി ആ ആയത്തിൽ. അപ്പോൾ നമ്മളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉടമ്പടി ചെയ്തതുപോലെ, കൽപ്പിച്ചതുപോലെ ബനൂ ഇസ്രായേലുകളോടും കൽപ്പിച്ചിരുന്നു, ഉടമ്പടി വാങ്ങിയിരുന്നു. എന്ത്? ചാർച്ചബന്ധം ചേർക്കുമെന്ന കാര്യത്തിൽ, അതിൽ ആദ്യമായിട്ട് മാതാപിതാക്കൾക്ക് ചെയ്യേണ്ട ബാധ്യതകൾ നിർവഹിക്കുമെന്ന കാര്യത്തിൽ. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ശരി കേൾക്കുക, മൻ കാന യുമിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അല്ലാഹുവിലും പരലോകത്തിലും ഒരാളെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഫല്യുക്രിമു ദൈഫ, അവന്റെ അതിഥികളെ അവൻ ബഹുമാനിക്കട്ടെ, ആദരിക്കട്ടെ. മൻ കാന യുമിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫല്യസിൽ റഹ്മ, ആ പരലോകത്തിലും അല്ലാഹുവിലും ഒരാളെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അവൻ ചാർച്ചബന്ധം ചേർക്കട്ടെ, അവൻ ചാർച്ചബന്ധം ചേർക്കട്ടെ. ആ ഹദീസിന്റെ സമാപനത്തിൽ റസൂൽ പറയുന്നതായിട്ട് കാണാം, മൻ കാന യുമിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അല്ലാഹുവിലും പരലോകത്തിലും ഒരാളെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഫല്യഖുൽ ഖൈറ, അവൻ ജനങ്ങളോട് നന്മ പറയട്ടെ, വല്ലതും പറയുമ്പോൾ നന്മ പറയട്ടെ. ഔ ലിയസ്മുത്ത്, അല്ലെങ്കിൽ മൗനം ദീക്ഷിക്കട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മൻ അഹബ്ബ അൻ യുബ്സത ലഹു റിസ്ഖുഹു ഔ യുൻസഅ ലഹു ഫി അയ്ഹി ഫല്യസ്ൽ റഹ്മ, ആർക്കെങ്കിലും വിശാലമായ അല്ലാഹുവിന്റെ റിസ്ഖ് അവന് ലഭിക്കണമെന്ന് പൂതിയുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കൂടുതൽ ഭൂമിയിൽ ജീവിക്കണമെന്ന് പൂതിയുണ്ടെങ്കിൽ, അല്ലാഹുവിന്റെ അനുഗ്രഹീത ജീവിതം ജീവിക്കണമെന്ന് പൂതിയുണ്ടെങ്കിൽ അവൻ ചാർച്ചബന്ധം ചേർക്കട്ടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. മുകാഫ നൽകുന്ന ആൾ, അഥവാ നിങ്ങളെ സന്ദർശിച്ച ആളെ സന്ദർശിക്കുന്ന ആളല്ല യഥാർത്ഥത്തിൽ ചാർച്ചബന്ധം ചേർക്കുന്ന ആളെന്ന് റസൂൽ പറയുന്നു. ഇന്ന റജുലൻ, ഒരു മനുഷ്യൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് വന്നിട്ട് ചോദിക്കുകയാണ്, റസൂലേ, ഞാൻ എന്റെ കുടുംബക്കാരോട് ചാർച്ചബന്ധം ചേർക്കുന്ന ആളാണ്, അവരുടെ അടുക്കലേക്ക് ഞാൻ ചെല്ലും, അവരുടെ വീട് ഞാൻ സന്ദർശിക്കും, അവരെ ഞാൻ സഹകരിക്കും, അവർക്ക് വേണ്ട ഒത്താശകൾ ഞാൻ ചെയ്തു കൊടുക്കും. പക്ഷെ ഞാൻ എന്ത് ചെയ്യുമ്പോഴും പകരം അവരിൽ നിന്നിട്ട് നന്ദി ലഭിക്കുന്നില്ല, അവരത് അതുപോലെ ചെയ്യുന്നില്ല. അവരെ ഞാൻ സന്ദർശിക്കുമ്പോൾ എന്നെ അവർ സന്ദർശിക്കുന്നില്ല, അവരെ ഞാൻ സഹകരിക്കുമ്പോൾ എന്നോട് അവർ സഹകരിക്കുന്നില്ല, അവരെ ഞാൻ സഹായിക്കുമ്പോൾ എനിക്ക് ആവശ്യം വരുമ്പോൾ എന്നെ സഹായിക്കുന്നില്ല. ആ രൂപത്തിൽ അവർ കാട്ടുന്നു. പക്ഷേ ഞാനാണെങ്കിൽ അവർക്കുള്ളതായ അവകാശം വീട്ടുന്നത് ലഭിച്ചു വരുത്തിയിട്ടേ ഇല്ല, ഞാനത് വീട്ടിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് എന്ന് പറയുകയുണ്ടായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സഹാബിയിൽ നിന്നിട്ട് ഇത് കേട്ടപ്പോൾ പ്രത്യുത്തരം നൽകുകയുണ്ടായി, നിങ്ങൾ ഇതുപോലെയാണ് നിങ്ങൾ ചെയ്യുന്നത് എങ്കിൽ നീ അവരുടെ മീതെ തീപ്പൊരിയുള്ളതായ വെണ്ണീർ എറിയും പോലെയാണ് അവരുടെ മുഖത്തേക്ക്
അവരുടെ മുഖത്തേക്ക് തീ പൊരിയുള്ളതായ വെണ്ണീറുണ്ടല്ലോ, അത് നിങ്ങൾ എറിയും പോലെയാണ് യഥാർത്ഥത്തിൽ അവർക്ക് തോന്നുക. എന്തുകൊണ്ട്? നീ എപ്പോഴും അവരെ സന്ദർശിച്ചുകൊണ്ടേ ഇരിക്കുന്നു, അവരാണെങ്കിൽ അത് ചെയ്യുന്നില്ല. നീ അവരെ അവർക്ക് സഹകരണം നൽകിക്കൊണ്ടേയിരിക്കുന്നു, അവരാണ് അങ്ങനെ ചെയ്യുന്നില്ല എങ്കിൽ നീ അത് കൂട്ടാക്കേണ്ടതില്ല. നിന്റെ പണി, നിന്റെ ജോലി, നിന്റെ പ്രവർത്തനം, നിന്നോട് കൽപ്പിക്കപ്പെട്ടത് നീ ചെയ്തുകൊണ്ടേ ഇരിക്കുക എന്ന് പറയും പോലെ. അപ്പോൾ അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് നൽകിയതായ ആഹ്വാനത്തിൽപ്പെട്ടതാണ് എന്ത്? ചാർച്ച ബന്ധത്തിൽ നീ വീഴ്ച വരുത്തരുത്. വലാ യസാലു മഅക ളഹീർ, അല്ലാഹുവിന്റെ ഭാഗത്തിൽ നിന്നിട്ട് നിനക്ക് സഹായം ഉണ്ടായിക്കൊണ്ടേയിരിക്കും. മാദും തഅലാ ദാലിക്, നീ ഈ രൂപത്തിൽ അവരോട് പെരുമാറുന്ന കാലത്തോളം. നമുക്ക് എന്താ വേണ്ടത്? അള്ളാഹ് നമ്മുടെ കൂടെയുണ്ട് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സന്തോഷ വാർത്ത നൽകുന്നത്. നിങ്ങൾ കേട്ടതായ സംഭവം സഹീഹ് മുസ്ലിമിലാണ്. ഇന്ന് മദീന മസ്ജിദ് നബവിയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പള്ളിയിൽ വെച്ചിട്ട് റസൂലുള്ളാഹി പണ്ട് ഖുതുബ ഓതിയതായ മിമ്പർ ഉണ്ടായ സ്ഥലത്തുള്ളതായ മിമ്പറിൽ വെച്ച് ഇന്ന് ഡോക്ടർ അബ്ദുള്ള ബൈജാൻ ലോകത്തോട് സംസാരിച്ചതായ പ്രസംഗത്തിന്റെ ഒരു ഭാഗമായിരുന്നു, ഖുതുബയുടെ ഒരു ഭാഗമായിരുന്നു. വത്തഖുല്ലാഹ എന്ന് അല്ലാഹു പറഞ്ഞപ്പോൾ യാ അയ്യുഹല്ലദീന ആമനു തഖൂ റബ്ബക്കും അല്ലദീ ഖലഖക്കും മിൻ നഫ്സിൻ വാഹിദ എന്ന ആയത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതായ ഭാഗമാണ് എന്ത്? അർഹാമിന്റെ കാര്യത്തിൽ, ചാർച്ചബന്ധം ചേർക്കുന്ന കാര്യത്തിൽ നിങ്ങൾ നമ്മളോട് സൂക്ഷിക്കണമെന്ന്, അതിനെ സംരക്ഷിക്കണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചതായ ഭാഗം. എന്ന് നിങ്ങൾ അർഹാമിനെ സൂക്ഷിക്കണം, അർഹാമിന്റെ കാര്യത്തിൽ നിങ്ങൾ നീതി പുലർത്തണം. മദീന ഇമാം ചോദിക്കുന്നു, എന്തക്രമമാണ്, എന്തനീതിയാണ് ശിർക്ക് കഴിഞ്ഞാൽ മനുഷ്യന്മാർ ചെയ്യുന്ന അനീതിയിൽ എന്ത് ചാർച്ച വന്ന് ചേർക്കാതിരിക്കുക എന്നത് മഹാ അനീതിയാണെന്ന് ഇന്ന് മദീന ഇമാം ഹദീസിന്റെയും ആയത്തിന്റെയും ഹദീസിന്റെയും വെളിച്ചത്തിൽ പറയുകയുണ്ടായി. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അസ്മാകളിൽ ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ അർ റഹ്മാൻ അർ റഹീം എന്നതായ ആ ഇസ്മിൽ, ആ പേരിൽ നിന്നിട്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല റഹീം എന്നതായ ആ പദം നമുക്ക് വേണ്ടി സെലക്ട് ചെയ്തതാണ്. എന്തിനു വേണ്ടി? അതിൽ അള്ളാഹുവിന്റെ അനുഗ്രഹം ചൊരിയുന്നത് കൊണ്ട്, ഏതിൽ ചാർച്ച ബന്ധം ചേർക്കുന്നതിൽ അള്ളാഹുവിന്റെ അനുഗ്രഹം ചൊരിയുന്നത് കൊണ്ട്, അള്ളാഹു പ്രത്യേകം നല്ല അനുഗ്രഹീത കാഴ്ച കാണുന്നത് കൊണ്ട്, അപ്പോൾ അനുഗ്രഹിക്കുക, കൃപ ചെയ്യുക എന്ന അള്ളാഹുവിന്റെ വിശാലമായ ആ സിഫത്തിൽ നിന്നിട്ട് ഉത്ഭവിച്ചതായ പദമാണ് എന്ത്? റഹീം. റഹീം എന്ന് പറഞ്ഞാൽ ചാർച്ച ബന്ധം ചേർക്കുക എന്നതായ ആ റഹീം, അതാണ് ഉലുൽ അർഹാം എന്ന് നാം പറയുന്നതായ ആ പദം. അപ്പോൾ ആ പദത്തിൽ തന്നെ അള്ളാഹുവിന്റെ റഹ്മത്ത് എന്ന മക്ക ഇമാം ഇന്ന് പ്രസംഗിച്ചതായ ഖുതുബയിൽ ഉൾക്കൊണ്ടതായ അള്ളാഹുവിന്റെ വിശാലമായ അനുഗ്രഹത്തിനൊരു ഭാഗം ഉൾക്കൊള്ളുന്നുണ്ട്. എന്തിൽ? ഇന്ന് മദീന ഇമാം ചർച്ച ചെയ്തതായ ചാർച്ച ബന്ധം ചേർക്കുക എന്നതായ റഹീം എന്നതാണ് നാം ഇവിടെ കേട്ടത് മദീന ഇമാമിന്റെ സംസാരത്തിലൂടെ. അതെ, അപ്പോൾ റഹമിനെ അഥവാ ചാർച്ച ബന്ധം നാം എത്ര കണ്ട് ചേർക്കുന്നു അത്ര കണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ചേർത്തുകൊണ്ടേ ഇരിക്കുന്നു. അഥവാ നമുക്കുള്ളതായ എല്ലാ വീഴ്ചകൾ അകറ്റിക്കൊണ്ടേ ഇരിക്കുന്നു. നമുക്കുള്ളതായ എല്ലാ ആവശ്യമുള്ള കാര്യത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് സഹായ സഹകരണങ്ങൾ അല്ലാഹു അവന്റെ അനുഗ്രഹത്തിലൂടെ ചൊരിഞ്ഞുകൊണ്ടേ ഇരിക്കുന്നു. എപ്പോൾ? നാം മറ്റുള്ളവരെ സഹായിക്കുമ്പോൾ, നാം മറ്റുള്ളതായ ചാർച്ച ബന്ധം ചേർക്കേണ്ട ആവശ്യമുള്ളവരെല്ലാം ബന്ധം ചേർത്തുകൊണ്ടേ ഇരിക്കുമ്പോൾ അല്ലാഹുവിന്റെ ഭാഗത്തിൽ നിന്നുള്ളതായ അനുഗ്രഹം നമ്മെ ചൊരിഞ്ഞുകൊണ്ടേ ഇരിക്കുന്നു എന്ന് നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായ ആയത്തുകളും പല ഹദീസുകളും ഇന്ന് മദീന ഇമാം അവരുടെ പ്രസംഗത്തിൽ ഉൾക്കൊള്ളിക്കുകയുണ്ടായി. അതുകൊണ്ട് നാം ചാർച്ച ബന്ധം ചേർക്കുന്ന കാര്യത്തിൽ വീഴ്ച വരുത്താൻ പാടുള്ളതല്ല. ഇന്നത്തെ കാലഘട്ടത്തിൽ, ഇന്നത്തെ ഈ ദിവസങ്ങളിലെല്ലാം ഭൂകമ്പങ്ങളിലൂടെയും അതുപോലെ തന്നെ വെള്ളപ്പൊക്കത്തിലൂടെയും പല രൂപത്തിലും കൊടുങ്കാറ്റുകളിലൂടെയും തൂഫാനുകളിലൂടെയും എല്ലാം നമ്മുടെ സഹോദരന്മാരും നമ്മുടെ സഹോദരികളും ഉൾക്കൊള്ളുന്നതായ നമ്മുടെ നാടുകളിൽ, മുസ്ലിം രാഷ്ട്രങ്ങളിൽ, അറബ് രാഷ്ട്രങ്ങളിലും അല്ലാതെയും എല്ലാം ധാരാളം പരീക്ഷണങ്ങൾ നടന്നുകൊണ്ടേയിരിക്കുന്നത് നാം കേട്ടുകൊണ്ടിരിക്കുന്നതായ സന്ദർഭത്തിൽ അവരോടുള്ളതായ എന്തെല്ലാം നിലക്കുള്ള സഹകരണം മുസ്ലിം ലോകത്തിലുള്ളതായ മുസ്ലിങ്ങൾക്ക് ആസകലം, മുസ്ലിം രാഷ്ട്രങ്ങൾക്ക്, മുസ്ലിം പ്രവർത്തകന്മാർക്ക്, മുസ്ലിം സാമ്പത്തിക ശേഷിയുള്ളവർക്ക് ചെയ്യാൻ സാധിക്കുന്നുവോ അതെല്ലാം അവരോടുകൂടി സഹകരിച്ച് ചെയ്യുന്നതോടൊപ്പം അവർക്ക് വേണ്ടി സാധിക്കാത്തവർക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കുമല്ലോ. അതുകൊണ്ട് അവരെയെല്ലാം പ്രാർത്ഥനയിൽ ഉൾക്കൊള്ളണം. അവിടെ മക്കളില്ലാത്ത, ഉമ്മയില്ലാത്ത, വാപ്പയില്ലാത്ത, ഭാര്യയില്ലാത്ത, ഭർത്താവില്ലാത്ത, പല രൂപത്തിൽ ചാർച്ച ബന്ധങ്ങൾ അറ്റുപോയതായ, ചാർച്ച ബന്ധം ചേർക്കാനുള്ളതായ ഒരു മാർഗം തന്നെ ഇല്ലാത്ത രൂപത്തിൽ അവിടെ പരീക്ഷിക്കപ്പെട്ടതായ പല പരീക്ഷണങ്ങൾ നമുക്ക് ഈ ദിവസങ്ങളിൽ പല വാർത്താവിനിമയ കേന്ദ്രങ്ങളിലൂടെയും നാം കേട്ട് മനസ്സിലാക്കി പ്രയാസപ്പെടുന്ന സന്ദർഭമാണല്ലോ. അതുകൊണ്ട് അവർക്ക് വേണ്ടി നാം എല്ലാവരും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രയാസപ്പെട്ട
മരണപ്പെട്ടവരുടെ പ്രയാസത്തിൽ നിന്നിട്ട് ജീവിക്കുന്നവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രയാസത്തിൽ നിന്നിട്ട് രക്ഷപ്പെടുവാൻ അല്ലാഹു അവരെ സഹായിക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് അവരുടെ പ്രയാസത്തെ ദൂരപ്പെടുത്തി കൊടുക്കട്ടെ. അവർക്ക് ക്ഷമ കൈകൊള്ളാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. മരണപ്പെട്ടവരിൽ നിന്നിട്ട് ആരെല്ലാം മുസ്ലിമായി അവരിൽ നിന്നിട്ട് മരണപ്പെട്ടുവോ അവർക്കെല്ലാം ഷഹീദ് ശുഹദാക്കളുടെ കൂലി അല്ലാഹു നൽകുമാറാകട്ടെ എന്ന് അവർക്ക് വേണ്ടി നമുക്ക് അല്ലാഹുവിനോട് പ്രാർത്ഥിക്കാം. അതുപോലെ നമ്മളോട് ദുആ കൊണ്ട് വസീയത്ത് ചെയ്ത സഹോദര സഹോദരിമാർക്ക് വേണ്ടിയും നാം പ്രാർത്ഥിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ എല്ലാം ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കട്ടെ, ഉദ്ദേശങ്ങളെല്ലാം നിറവേറ്റി കൊടുക്കട്ടെ, പ്രയാസങ്ങളെ ദൂരപ്പെടുത്തട്ടെ, രോഗങ്ങളെ സുഖപ്പെടുത്തി കൊടുക്കട്ടെ. അവരുടെ കൂട്ടത്തിൽ നിന്നിട്ട് രോഗശയ്യയിൽ കിടക്കുന്നവർക്കെല്ലാം പരിപൂർണ്ണ ആരോഗ്യവും ആഫിയത്തും അല്ലാഹു നൽകട്ടെ. അതുപോലെ മരണപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടവർ പലരുമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്നിട്ട് മരണപ്പെട്ടവർക്ക് പുറത്തു കൊടുക്കട്ടെ. അവരുടെ ഖബറുകൾ അല്ലാഹു സ്വർഗ്ഗത്തോപ്പാക്കി മാറ്റട്ടെ. ഇണകളില്ലാത്തവർക്ക് സാലിഹ്യങ്ങളായ ഇണകളെ നൽകട്ടെ. സന്താനങ്ങളില്ലാത്തവർക്കും ഉള്ളവർക്കും സാലിഹ്യങ്ങളായ സന്താനങ്ങൾ നൽകട്ടെ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.